ജനുവരി 26 എന്നെ സംബന്ധിച്ച് ഇരട്ടി മധുരമുള്ള ദിവസമാണ്. കാരണം എൻ്റെ ജന്മദിനം കൂടിയാണ് കേട്ടോ. ഒത്തിരി സമ്മാനങ്ങൾ എനിക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്, എൻ്റെ കോളേജിലെ സ്റ്റാഫാണ് ഇവരൊക്കെ എല്ലാവരും ഇതിൽ കാണുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാർ നേരത്തെ പോയി, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ പൊട്ടിച്ചു നോക്കി. എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബാഗാണെന്ന് ഇത് പൊട്ടിച്ച് നോക്കുമ്പോഴോ ഇവർ തരുമ്പോഴോ എനിക്ക് മനസ്സിൽ തോന്നിയിരുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് ഡ്രസ്സ് ഇവർ ഗിഫ്റ്റ് തരില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം ഞാൻ ധാരാളം ഡ്രസ്സ് പർച്ചേസ് ചെയ്യുകയും എനിക്ക് ഡ്രസ്സ് ഒത്തിരി ഞാൻ വാങ്ങിക്കുകയും ചെയ്തത് ഇവർ കാണുന്നതുകൊണ്ട് ഡ്രസ്സായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് ഞാനിങ്ങനെ കൺഫ്യൂഷനായി. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് ഞാൻ കവറ് പൊട്ടിച്ച് നോക്കിയത്. അപ്പം ബാഗാണ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ബാഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ബാഗ് നല്ല വലിയ വള്ളിയൊക്കെ ഉണ്ടെന്ന് വിജിത എന്നെ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാഗ് തന്നതിന് വളരെയധികം സന്തോഷം. ബാഗ് എന്നല്ല, എന്ത് തന്നാലും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൂടെയുള്ളവർ ഒരു ചെറിയ സമ്മാനമൊക്കെ നമുക്ക് ഇങ്ങനെ തരുന്നത് വളരെയധികം വിലപിടിപ്പുള്ള സമ്മാനമാണ് കേട്ടോ. വളരെയധികം സന്തോഷം ഓരോരുത്തരോടും. അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് അശ്വതിയുടെ അമ്മയും കൂടി വന്നു. അങ്ങനെ അമ്മയ്ക്കും കൂടി ഇതിൽ ഉൾപ്പെടാൻ സാധിച്ചു. വളരെയധികം സന്തോഷം. എല്ലാവരും കൂടി എടുത്തു പറയേണ്ടതായിട്ടൊന്നുമില്ല. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരും സ്വന്തക്കാരും തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരോടും സന്തോഷം. പിന്നെ എനിക്ക് അടുത്ത വിലപിടിപ്പുള്ള ഗിഫ്റ്റ് തന്നത് മകനാണ് കേട്ടോ. മകനാണ് ഇന്ന് ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്ന്. കേക്ക് വാങ്ങിക്കണ്ടെന്ന് ഞാൻ വെച്ചതായിരുന്നു, കാരണം മധുരമാണല്ലോ. അങ്ങനെ മകനാണ് കേക്ക് എന്നോട് പറയാതെ വാങ്ങിച്ചിട്ട് വന്നേ. പിന്നെ എൻ്റെ അനുജൻ്റെ വൈഫ് എനിക്കൊരു ചുടിദാർ കൊണ്ടുത്തന്നു. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് ഫസ്റ്റാണ് ഇങ്ങനെ ഒരു ചുടിദാർ വാങ്ങിച്ച് തരുന്നത്. അങ്ങനെ അതൊരു വലിയ ഗിഫ്റ്റായി തോന്നി എനിക്ക്. വലിയ ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ, ഒരു വലിയ ഗിഫ്റ്റാണ്. അങ്ങനെ ചുടിദാർ കാണാൻ അച്ഛനും ഓടിക്കൊണ്ടുവന്നു. അച്ഛനും വളരെയധികം സന്തോഷമായി. അച്ഛൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ എന്നൊരു ഡ്രസ്സ് കാരണം പുതിയ ഷോപ്പോ മറ്റോ തുടങ്ങുന്നുണ്ടോ എന്നാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ വളരെയധികം സന്തോഷം തരുന്ന ഓരോരോ കുഞ്ഞു കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും കൂടി വളരെയധികം സന്തോഷം. ബാക്കി ബർത്ത്ഡേ വിശേഷങ്ങളുമായി നാളെ കാണാം.